ഈ സ്ത്രീകളോട് ഈ ബലാത്സംഗം അഭിനയിക്കുന്ന പുള്ളിക്കാരത്തി ഇഷ്ടമല്ല. ആർക്ക്? ചിന്തമ്മ എന്ന് പറഞ്ഞ ജോസ് പ്രകാശ് സാറിന്റെ ഭാര്യ, ചേച്ചിയുടെ പേരാ. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമല്ല. അത് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കും. അതൊക്കെ ബേബിച്ച എന്നോട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞു പിന്നെ അത് വില്ലനാകുമ്പോൾ അതൊക്കെ ചെയ്യണ്ടേ. എന്നടുത്ത് പറയും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ ഞാൻ കൊന്നിട്ട് ചെന്നാലും ഒരു പ്രശ്നമില്ല, പിടിച്ചു പറിച്ചിട്ട് ചെന്നാലും കുഴപ്പമില്ല. പക്ഷേ ഒരു സിനിമയിൽ ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നു, ഞാൻ അങ്ങനെ പുള്ളിക്കാരൻ അവിടെ വീട്ടിൽ പറയില്ല, എൻ്റെ വേഷം വിളിച്ചതെന്ന് പറയില്ല. പിന്നെ പുള്ളിക്കാരത്തി അങ്ങനെ അല്ലേ, കുടുംബകലം ഉണ്ടായെങ്കിലോ. സത്യം ഇതൊക്കെ പറയുന്നു, തുറന്നു പറയും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അന്നത്തെ കാലത്ത് 100 നോട്ട് ഏതാണ്ട് നമ്മുടെ സിനിമ പോസ്റ്ററിന്റെ 6 ഷീറ്റിന്റെ ക്വാർട്ടർ ഷീറ്റിന് അത്ര വലിപ്പം, 100 നോട്ട്. അത് വേവിച്ചാൻ പറയും ഇത് കണ്ടാ 100, ഇത് കിട്ടണമെങ്കിൽ ഇത് കാണണമെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ കൃഷ്ണൻ നായർ സാറിൻ്റെ സുപ്രഭാതം എന്ന പടത്തിൽ അഭിനയിച്ചു. ഞാനും വിൻസെൻറ്റും വില്ലന്മാരാണ്. ചെങ്കൽപ്പേട്ടയിൽ ഔട്ട്ഡോറാണ്. അതിൽ ഞാനും വിൻസെൻറ്റും കൂടെ സാധനയെ റേപ്പ് ചെയ്യണം. ഒരു കുന്നിൻ്റെ മുകളിൽ പോയി ഈ റേപ്പ് ചെയ്യാനായിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. അത് ഞാനും വിൻസെൻറ്റും എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേല. അപ്പോൾ പിടിക്കുന്നു എനിക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു. ഉടനെ കൃഷ്ണൻ നായർ സാർ പറയാ ജോസ് പ്രകാശിൻ്റെ അനിയനായിട്ട് റേപ്പ് ചെയ്യാൻ അറിയാൻ പറ്റുന്നു. എന്നാ അതെ എടോ ആ ബ്ലൗസെ പിടിച്ചൊരു ഒന്ന് വലിക്ക്. പിന്നെ എന്നെ കൊണ്ട് ആ ബ്ലൗസ് സാധന കേട്ടോ അവരൊക്കെ മരിച്ചുപോയി. സുപ്രഭാതം പടം. അതിപ്പോൾ ഈ ബലാത്സംഗം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്.